ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യം, മുമ്പന്മാർ പലരും ബിംബന്മാരും ബിംബന്മാർ പലരും മുമ്പന്മാരും ആകും എന്ന് നാം വായിക്കുന്നു. ഈ അധ്യായത്തിൻ്റെ ഉടനീളം കാണുന്ന ആലോചനകൾ എന്ന് പറഞ്ഞാൽ, ദൈവത്തെ സ്നേഹിക്കുക, ദൈവസന്നിധി താഴുക, ദൈവിക ഭരണത്തിന് വേണ്ടി ഒരുക്കം നടത്തുക എന്നിത്യാദി ആലോചനകൾ നമുക്ക് ദൈവാത്മാവ് തരുന്നു. ഒരു ശിശുവിൻ്റെ താഴ്മ എന്താണെന്നും ജീവിതം എന്താണെന്നും നമ്മളെ പഠിപ്പിക്കുന്നു. അതിലും ദൈവാലോചനയുള്ളത് വരം ലഭിച്ചവർ അവരിത് ഗ്രഹിക്കുന്നു എന്നാണ്. വരം ലഭിച്ചവർ 11-ാമത്തെ വാക്യത്തിൽ അത് നമ്മൾ കാണുന്നു. അപ്പോൾ എല്ലാത്തിനും ഒരു വരമുണ്ട്. കഷ്ടം സഹിപ്പാൻ, വേദന സഹിപ്പാനൊക്കെ വരം തന്നിട്ടുണ്ട്. ഇവിടെ വരം ലഭിച്ചവരല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഗ്രഹിക്കാനൊരു വരമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ലഭിച്ചവരാണെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് സ്തോത്രം ചെയ്യണം. കർത്താവ് പറയുകയാണ്, മുമ്പന്മാർ പലരും ബിംബന്മാർ, ബിംബന്മാർ പലരും മുമ്പന്മാർ എന്ന് വെച്ചാൽ, പഴയ നിയമകാലം മുതൽ യേശുവിനെ അറിയുവാൻ, കണ്ടുമുട്ടുവാൻ പലരും ശ്രമിച്ചു. എങ്കിലും അവർക്ക് ആർക്കും അത് കഴിഞ്ഞില്ല. അത് ലേഖനങ്ങളിൽ നമ്മളെല്ലാവരും വായിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് കർത്താവിനെ കാണാൻ പറ്റും. ദൈവത്തിൻ്റെ വഴികളിൽ നടന്നാൽ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്താൽ നാം വരം ലഭിച്ചവരാണെന്ന് മനസ്സിലാക്കി ദൈവകൃപയിൽ മുന്നേറണം. ദൈവം തന്നിരിക്കുന്ന വരം അത് നമ്മൾ ശ്രദ്ധയോടെ സൂക്ഷിച്ച് കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതത്തിന് അത് അനുഗ്രഹത്തിന് കാരണമാണ്. തന്നെയുമല്ല, അനർത്ഥങ്ങൾ വ്യസന കാരണമായി തീരാതെ സൂക്ഷിക്കും. എന്തോ വലിയ കാര്യം സംഭവിക്കേണ്ടടുത്ത് തട്ടിമുട്ടി മാറുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം ചേർത്ത് വെച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ മുമ്പന്മാരായി തന്നെ നിൽക്കും. മുമ്പന്മാരായി നിൽക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അന്നത്തെ തീഷ്ണതയില്ലാത്തതിനാൽ, അഭിഷേകത്തിന് കൃപകളൊക്കെ നഷ്ടപ്പെട്ടതിനാൽ കർത്താവ് പറയുന്നു, വരം ലഭിച്ചവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരല്ലാതെ മറ്റൊന്നും ആരും ഗ്രഹിക്കുന്നില്ല. എത്രയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടും അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ട്. ഇസ്രായേൽ ഗോത്രങ്ങളെ 12 ന്യായം വിധിച്ച് ജാതികളുടെ മേൽ ദൈവത്തിൻ്റെ ആലോചന നമുക്ക് കിട്ടുന്നത് പോലെ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമെന്നും, പുതിയ നിയമ നമ്മൾ എത്തുമെന്നും എല്ലാം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ അടുത്ത അധ്യായത്തിൽ. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചനകളെ ഏറ്റെടുക്കണം. സ്തോത്രത്തോടെ ഏറ്റെടുത്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുന്നെങ്കിൽ നമ്മുടെ മുമ്പിൽ ആരും കയറിപ്പോകത്തില്ല. മുമ്പന്മാരായി തന്നെ നമ്മൾ നിൽക്കും. എന്നാൽ മുമ്പന്മാർ പിൻപന്മാരായി പോയാൽ അയ്യോ, അത് വലിയ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് മുമ്പന്മാർ തന്നെയായി നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തുണയായും ആശ്വാസമായി നിൽക്കേണ്ടതിന് നമ്മുടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് തന്നെ മുമ്പന്മാരായി തന്നെ മുന്നോട്ട് പോകണം. ഒരിക്കലും ഒരു പിന്മാറ്റത്തിന് അനുഭവങ്ങളാവരുത്. മുമ്പന്മാരിവിടെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം കർത്താവ് തെളിയിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ആണല്ലോ, ശേഷിക്കുന്ന നാം അവരുടെ പിറകെ. അങ്ങനെയാണല്ലോ കർത്താവ് നമ്മളെ ആലോചനയായി അറിയിക്കുന്നത്. അതും ഈ തരുണത്തിൽ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ മുമ്പന്മാരായി ഇറങ്ങിയ എത്രയോ പേരുണ്ട്. അവരെല്ലാവരും ഇന്നത്തെ സ്ഥിതിവിശേഷത്തിൽ എങ്ങനെയിരിക്കുന്നു? എന്നാൽ പിമ്പന്മാരായി ഇറങ്ങിയ നമ്മളെപ്പോലുള്ളവരുടെയായ ആശകളും അവസ്ഥകളും ദുഃഖങ്ങളും കർത്താവ് നിറവേറ്റി തന്നു നമ്മളെ മാനിച്ചിത്രത്തോളം എത്തിച്ചെങ്കിൽ ആ കർത്താവിൻ്റെ സന്നദ്ധി നമ്മളെ സമർപ്പിച്ച്
മുമ്പന്മാരായി നിൽക്കാം, കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനങ്ങൾക്ക് അനുഗ്രഹിച്ചതിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.